ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ. നേരത്തെയൊക്കെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇടാറുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര നമുക്ക് ഒന്നിനും സമയമില്ല കേട്ടോ. ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ തിരക്കുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തം എല്ലാം കൂടെയൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അതുകൊണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ. എൻ്റെ നാട് മുണ്ടക്കയം പാലൂർക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ നമുക്ക് കൈകൊട്ടിക്കളി, അതുപോലെ തന്നെ കുട്ടികളുടെ ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ നമുക്ക് ഗാനമേളയായിരുന്നു. പത്തനംതിട്ട സാരംഗിൻ്റെ ഗാനമേളയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. ഗാനമേളയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ തുള്ളാനാണെങ്കിൽ മാത്രമേ ഞാൻ ഗാനമേളയ്ക്ക് വരുന്നുള്ളൂ. ചേട്ടൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തുള്ളാൻ ഞാനും ചേട്ടന് മുന്നേ കാണും കേട്ടോ. ഞങ്ങൾ അങ്ങനെ വീഡിയോസൊന്നും ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഏത് പരിപാടിക്കും ഞാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡാൻസ് കളിക്കും, ഒന്നിച്ച് ഡാൻസ് കളിക്കും. അതുപോലെ നമ്മുടെ കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളെ കൂട്ടും. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാ ഗാനമേളയും കൂടാറുള്ളത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഗാനമേളയും നമ്മളങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിനെനിക്ക് ഇടം കേട്ടിട്ടുകൊണ്ട് നമ്മുടെ കൈകൊട്ടിക്കളി സംഘത്തിലെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മുടെ കൂടെ കൂടി. എന്നോട് പറഞ്ഞു, ചേച്ചി അവർക്ക് തുള്ളണം, ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കണം, ചേച്ചി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്കതൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ കാണും, ഞാൻ തുള്ളാനും നിങ്ങളുടെ ഒപ്പം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സൈഡിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകളൊന്നും ശരിയാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ ഒരു ഓളമായിട്ട് വന്നു തുടങ്ങി. അപ്പോഴാണ് അനീഷേട്ടൻ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പുറകിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പുറകിലേക്ക് ചെന്നപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ആദ്യമേ കളിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ കയറി പിന്നെ എല്ലാവരും നമ്മുടെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ പാലൂർക്കാവിലുള്ള ചേച്ചിമാരും പ്രായഭേദമന്യേ എല്ലാവരും കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു പാലൂർക്കാവ് കരയിൽ തന്നെ നല്ലൊരു അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ ഗാനമേള എന്ന് പറയുന്നത് കേട്ടോ. അതിന് ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് പാലൂർക്കാവിലെ ഉത്സവ ഭാരവാഹികൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഗാനമേള മാത്രമല്ല, എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്നും മികച്ചതായിരുന്നു കേട്ടോ. കൈകൊട്ടിക്കളി, കുട്ടികളുടെ ഡാൻസ്, അതുപോലെ ഉള്ള എല്ലാ നമ്മുടെ അമ്പലത്തിൽ നടന്നിരുന്ന സകല പ്രോഗ്രാം, അതുപോലെ റോഡ് ഷോ ഉണ്ടായിരുന്നു. റോഡ് ഷോയും ചെറിയൊരു രീതിയിലൊക്കെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെയധികം നല്ലൊരു അനുഭവമായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഗാനമേളയെപ്പറ്റി മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുവരെ വീഡിയോസ് ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇടുന്ന വ്യക്തി ഞാനായിരിക്കും കേട്ടോ. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പാലൂർക്കാവിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ മുണ്ടക്കയത്തുള്ളവരും പാലൂർക്കാവുകാരും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേള നിർത്താനേ നമുക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ. നിർത്തല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സമയമായി കേട്ടോ. സമയമായി. നമുക്ക് ഗാനമേളയ്ക്ക് ഇനി 2 പാട്ട് കലാശക്കൊട്ടായെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾക്ക് ഒരു 2 പാട്ടും കൂടെ പാടാനുള്ള ഒരു അനുവാദം നമ്മുടെ ജീവ ചേച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോലീസുകാരോട് പറഞ്ഞ് 2 പാട്ട് പാടാനുള്ള അനുവാദം വാങ്ങിച്ചു തന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു, നമ്മുടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മളെല്ലാവരും കിടന്ന് തുള്ളാൻ തുടങ്ങി. അതുപോലെ തന്നെ അപ്പം ആ സമയത്തൊന്ന് കസേരകളെല്ലാം ഫ്രീ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഫ്രണ്ടിൽ കിടന്ന് തുള്ളുന്നു, കുറച്ച് പേര് ബാക്കിൽ കിടന്ന് തുള്ളുന്നു. പിന്നെ കസേരകൾ ഫ്രീ. ആൾക്കാർ നോക്കുമ്പോൾ തോന്നും ആളുകളില്ല എന്ന് വിചാരിക്കും. കസേര ഫ്രീ ആകുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുകൊണ്ട് ഗാനമേള കിടന്ന് ആസ്വദിക്കുകയാണ്. ഇത്രയും നല്ലൊരു അനുഭവം ഈ 5-6 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ പാലൂർക്കാവിലുണ്ടായിട്ടുള്ളത്. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് പോലീസുകാരും വന്നായിരുന്നു. അവരും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നു. നല്ലൊരു ഗാനമേള അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ജീവ ചേച്ചി പറഞ്ഞ അനുസരിച്ച് നമുക്ക് 2 പാട്ട് പാടാനുള്ള അവസരമൊക്കെ ഒരുക്കി തരികയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മുടെ ഗാനമേള വിശേഷങ്ങൾ. എന്തായാലും നിങ്ങളെല്ലാവരും പത്തനംതിട്ട സാരംഗുകാരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവരുടെ നല്ലൊരു ഗാനമേളയാണ് കേട്ടോ. ഓഡിയൻസുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ അവർക്കുണ്ട് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്? വേറൊന്നുമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഇടുന്നത് നമ്മളാണല്ലോ. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ഈ താരകാതുരനെ വടിവേലിൽ പോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ സൂര്യപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, ചേരും തിരയുമുണ്ടേ. മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോർത്തെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെற்றிവേൽ മുരുക മുരുക വെൽ മുരുക ഹരോ.